ഹലോ, എല്ലാവർക്കും രാഗിതന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2-3 ദിവസം വൈകിയെന്നേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ന്യൂ ഇയർ ഒന്നും തീർന്നിട്ടില്ലല്ലോ. ഈ വർഷം 2024 എല്ലാവരുടേതും ഒരു കിടിലം ഇയർ തന്നെ ആവട്ടെ കേട്ടോ. നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് ആലപ്പുഴ കുട്ടനാട് ഏരിയയിലോട്ടാണ് കേട്ടോ. കുട്ടനാട് ഏരിയയിൽ ഒരുപാട് കള്ള് ഷാപ്പില്ലേ, അതുകൊണ്ട് തന്നെ നല്ല കള്ളും താറാവും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിയെല്ലാം നെൽപ്പാടവും നല്ല സൂപ്പർ വൈബാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇതിന് മുമ്പേ ഓണത്തിൻ്റെ ടൈമിലാണ് ആലപ്പുഴ വന്നത് കേട്ടോ. അന്നും ഈ കുട്ടനാട് വഴിയാണ് പോയത്. പക്ഷേ ഇവിടെ ഇറങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റിയില്ലെന്ന്. അന്ന് ധൃതിക്ക് എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, അന്ന് ധൃതിക്ക് മറ്റൊരിടത്ത് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ്. മെയിനായിട്ട് താറാവ് കറി കഴിക്കണം കേട്ടോ, അതാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഒരു അബദ്ധം പറ്റി. ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങിയ സമയം ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു റോഡിൽ സൈഡിൽ കണ്ടൊരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല അടിപൊളി പാലപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കഴിച്ചു. വയറും വീർത്തു പോയി. ശരിക്കും നമ്മൾ കള്ള് ഷാപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് ഇവിടെ നിന്ന് കഴിച്ച് തന്നെ ഫുഡെല്ലാം കഴിച്ച് നല്ല രീതിക്ക് വയറ് വീർത്തു. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഈ കാണുന്നൊരു നെൽപ്പാടത്ത് ഇറങ്ങിയിട്ടു. അവിടെ കുറേ ആൻറ്റിമാരുണ്ടല്ലോ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇവിടെ അതിലിത്തിരി പ്രായമായൊരമ്മ നമ്മളോട് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ആ അമ്മ പറഞ്ഞത് 1 മണിക്കൂറിന് 100 രൂപ വെച്ചിട്ടാണ് അവർക്ക് ജോലിയുടെ കൂലി കിട്ടുന്നത്. ആ അമ്മ പറഞ്ഞാൽ രാവിലെ വരും, എന്നിട്ട് ഒരു 6 മണിക്കൂറൊക്കെ ജോലി ചെയ്യും. ഈ സമയമൊക്കെ ഭയങ്കര വെയിലാണ്. അവിടെ നമുക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല വെയിലാണ്. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് അറിഞ്ഞത് ആലപ്പുഴ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആലപ്പുഴ ബീച്ചിൽ വെച്ചിട്ട് ജനുവരി 21 വരെ ഉണ്ട് കേട്ടോ. അത് ആലപ്പുഴ അടുത്തൊക്കെ ഉള്ളവർ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഞങ്ങൾ കണ്ടു, അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീച്ച് ഫെസ്റ്റിന് പോയ വീഡിയോ. ഇതുവരെ വന്നിട്ട് എങ്ങനെ വയലിൽ ഇറങ്ങാതിരിക്കുന്നത്, അങ്ങനെ വയലിൽ ഇറങ്ങി കേട്ടോ. വയലിലിറങ്ങിയിട്ട് കുറച്ച് ഷോ ഒക്കെ കാണിച്ച് ചേട്ടനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ച് അവിടെ ഇങ്ങനെ ഓരോ കാല് വയ്ക്കുമ്പോഴങ്ങ് താന്ന് പോകും കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അവിടെ താഴെ കുറേ പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ തനിക്കൂട്ടനെ വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു. അപ്പോൾ അതൊക്കെ പറിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയിപ്പം പോകുന്ന വഴിക്ക് നമ്മൾ ആലപ്പുഴ ഒരു കായലിൻ്റെ കരയിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലം എനിക്ക് ഓർമ്മയില്ല. സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് ഇതാണ് സ്ഥലം, ഇതാണ് ഏരിയ കേട്ടോ. നമ്മൾ ബോട്ടിംഗ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഈ ഒരു 2 റോഡിൻ്റെ നടുക്ക് കൂടെയല്ലേ കായൽ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ ജങ്കാറ് വഴിയാണ് പോവേണ്ടത്. വണ്ടികൾ കണ്ടില്ലേ, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട്. ഇത് 3 കപ്പലെങ്ങാണ്ട് ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ്, ഒരുമിച്ച് കെട്ടിയെങ്ങാണ്ട് വെച്ചിരിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് തിരിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിലെത്തും. ഒരുപാട് നാളായി ഇവിടെ പാലം വരണമെന്ന് പറഞ്ഞാൽ അതുവരെയും വന്നിട്ടില്ല. പിന്നെ നമ്മളിതേ രാജപുരത്ത് ആ ഏരിയയിലെത്തി കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആദ്യം നമുക്ക് വഴി തെറ്റിപ്പോയി. പിന്നെ അപ്പുറത്തെ വഴി കൂടെയാണ്, വഴിയിൽ അപ്പുറത്തെ സൈഡിലൊരു വഴിയുണ്ട്, ഈ വഴി കൂടെ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാജപുരം എന്ന് കേട്ടോ. ഇവിടെ കൂടെ പോകുമ്പോൾ നമ്മളൊരു കായലിൻ്റെ കരയിലാണ് എത്തുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ച അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ രാജപുരം. അപ്പം ഇവിടെ നിന്ന് വിളിച്ച ബോട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെ ആ രാജപുരത്തെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചവർ ഇങ്ങ് തിരിച്ച് വരുമല്ലോ. തിരിച്ച് വന്ന ബോട്ടിലാണ് നമ്മൾ കയറിയത്. അത് അവരുടെ ബോട്ട് തന്നെ ആയിരുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് അപ്പുറത്താക്കി തന്നു ആ അങ്കിള്. ഇതാണ് അടിപൊളി വൈബല്ലേ. അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. ആ ബോട്ടിനകത്താണ് ഈ ഫുഡ് നമ്മളിരുന്ന് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ കയറി പോവാണ്. നുണക്കുഴി പുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കോടി കയറും. നുണക്കുഴി പുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കോടി കയറും. പൂരപ്പേരും പറ കൊട്ടിക്കയറുമ്പോൾ വർണ്ണങ്ങൾ പാറി വിടുവരും. ഞങ്ങൾ സൺഡേ ആണ് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഗ്യാങ്ങായിട്ടാണ് ആൾക്കാർ വരുന്നത്. കോളേജ് സ്റ്റുഡൻസും അങ്ങനെ ഒരുപാട് പേര് ആണ് വരുന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു 2 പേരായിട്ടൊക്കെ പോയത്. 2 അല്ല, തനു കൂടെ കൂട്ടി 3 പേര്. ഇതാണ് അതിൻ്റെ വാഷിംഗ് ഏരിയ കേട്ടോ. അതിനകത്തുള്ള ബോട്ടിനകത്തുള്ള വാഷിംഗ് ഏരിയ. ഇത് കണ്ടോ, നല്ല വൈബാണ്. പക്ഷേ ഇവിടെ ഇച്ചിരി വെയിലുണ്ടായിരുന്നു. പിന്നെ അതുമല്ല നമുക്ക് വിശപ്പും അത്രയ്ക്ക് വന്നിട്ടില്ല. എന്തായാലും കഴിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് വന്നിരുന്നു എന്നേ ഉള്ളൂ. ഇതാട്ടോ അവരുടെ മെനു. കപ്പ, അതുപോലെ തന്നെ അപ്പം, പിന്നെ ഇതുപോലെ താറാവ്, ചിക്കൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടോ, ബീഫ്, അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ താറാവും പിന്നെ കള്ളപ്പവും, ഇത് വന്നിട്ട് പാലപ്പം, മറ്റേത് കള്ളപ്പം, പിന്നെ 7 അപ്പ്, പിന്നെന്താണ് പ്രോൺസ് ഫ്രൈ,
പിന്നെ കള്ള്, ആ ചേട്ടൻ്റെ അപ്പുറത്തിരിക്കുന്നത് കള്ള്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ഒരുപാട് വാങ്ങിയിട്ടും കാര്യമില്ല. നമുക്ക് അത്രയും ഫുഡ് വേണ്ട. ഒന്നത് വിശപ്പും അത്രയ്ക്ക് വന്നില്ല, ഒരുപാട് ഫുഡും വേണ്ട. അപ്പോൾ ഇതാണ് പ്രോൺസിന് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല എരിവുണ്ടായിരുന്നു. കുഞ്ഞിനൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു. ഒന്നുകിൽ നല്ല ഫുഡ് കഴിക്കുന്ന പാർട്ടീസ് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഒരുപാട് ആൾക്കാർ ചേർന്ന് പോകുമ്പോൾ എല്ലാത്തിനും നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് വാങ്ങാൻ പറ്റുമല്ലോ. നമ്മൾ 2 പേര് പോകുമ്പോൾ ഒരുപാട് വാങ്ങിയാൽ വെറുതെ വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുമ്പോൾ അങ്ങനെ ഗ്യാങ്ങായിട്ട് പോകാൻ ശ്രദ്ധിക്കുക. പക്ഷേ അവിടെ നല്ല കിട്ടു ആംബിയൻസ് ആണ് കേട്ടോ, അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ. കുറച്ചുകൂടിയൊക്കെ ഒരു വൈകുന്നേരം ടൈമൊക്കെ ആണെങ്കിൽ നല്ല കിട്ടു ആംബിയൻസ് ആണ്. ഈ താഴത്തെ പോലെ മുകളിലും ഒരു ഫ്ലോർ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ മുകളിൽ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരുന്നു. പക്ഷേ അത് നമ്മൾ ഒരുപാട് തിരക്കായിരുന്നു നമ്മൾ കയറിയ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ കണ്ടോ ഫില്ലായിരുന്നു, വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. പിന്നെ അത് കഴിയുമ്പോൾ അവരുടെ ബോട്ടിൽ തന്നെ നമ്മളെ കൊണ്ട് അപ്പുറത്ത് ആക്കിത്തരും. അവരുടെ ആ അങ്കിളിൻ്റെ ബാക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രാജപുരം എന്ന്, കണ്ടോ, അവരുടെ ഡ്രസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ ബോട്ടിൽ തന്നെ നമ്മളെ കൊണ്ട് അപ്പുറത്താക്കിത്തരും ഇവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ, ഇതിൻ്റെ അപ്പുറത്ത് ഒരു റോഡുണ്ട്. വളഞ്ഞ് വരികയാണെങ്കിൽ റോഡ് സൈഡ് വഴിയും ഇതിൻ്റെ ഫ്രണ്ട് വരെ കാറും വരും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ പോകുന്ന അവിടെ ഒക്കെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇതുപോലെ ആലപ്പുഴ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് ആലപ്പുഴ ബീച്ചിലോട്ടാണ്. അതെ, ഇറങ്ങിയ സമയത്ത് ആലപ്പുഴ ബീച്ചിൽ പോകണമെന്ന് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒരു ഗംഭീര കാഴ്ച തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി 300 അടി നീളത്തിൽ തീർത്ത പാരീസിലെ ഇവിടെ ഒരു വലിയ ഏരിയയിലാണ് 2-3 സെക്ഷനായിട്ടാണ് വന്നത്. നമ്മൾ ഈ സെക്ഷനിൽ 80 രൂപയാണ് കേട്ടോ, അത് ടിക്കറ്റാണ്. ഇതിൽ അവതാറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സിനിമേനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈഫൽ ടവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് കുറേ ഫ്ലവേഴ്സാണ്, ഇതെല്ലാം മറ്റേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. എന്നാലും അവിടെ തുടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, അടിപൊളിയല്ലേ, കണ്ടോ. അപ്പുറത്ത് മറൈൻ വേൾഡും ഉണ്ടായിരുന്നു കേട്ടോ, മറ്റേ അക്വേറിയം, ടണൽ അക്വേറിയം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരും അങ്ങനത്തെ ഒരു സെക്ഷനും കൂടെ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിൽ മാത്രമേ കയറിയിട്ടുള്ളൂ കേട്ടോ. ഇതിൽ കയറി ഇറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് രാത്രിയായി. ഈ മുകളിൽ നോക്കിയ കുറേ കുടകളും അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തനുക്കുട്ടനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ നിർത്തി. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഗുഹ പോലത്തെ സംഭവത്തിൽ കൂടെയാണ് വരുന്നത്. ഇതൊരു അക്വേറിയം സെക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ 2 സൈഡിലായിട്ടും കുറച്ച് മീനുകളും വെറൈറ്റി മീനുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല, ഭയങ്കര ലെങ്തി ആയിപ്പോവും വീഡിയോ. ഞങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കാം. ഇതൊക്കെയാണ് സംഭവം, കണ്ടോ, ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു പോവാം. ഇതിപ്പം എല്ലായിടത്തും ഇവർ ഈ സെറ്റ് പലയിടത്തും കൊണ്ടിടുന്നതാണല്ലോ, അപ്പം മിക്കയിടത്തും ഇപ്പോൾ ഇതൊക്കെ കോമൺ ആണ്. കണ്ടോ, ഇത് കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താജ്മഹൽ, പിരമിഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇനി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണിച്ചു തരാമേ. അതൊക്കെ കഴിഞ്ഞ് നേരെ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ സ്റ്റാർസും കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് നല്ല സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു അക്വേറിയം സെറ്റാണ് കേട്ടോ. നോക്ക്, അതിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് മീനുകളാണ്, കുഞ്ഞു കുഞ്ഞു മീനുകൾ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു 3 എണ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ ആ പെർട്ടിക്കുലർ കളർ മാത്രം. ഇവിടെ നോക്കി, ഇതിനകത്താണെങ്കിൽ ഗ്രീൻ മാത്രം, ഇതിനകത്താണെങ്കിൽ പിങ്ക് മാത്രം, മറ്റേതിൽ യെല്ലോ മാത്രം, അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ കുറേ എന്താ പറയുക, കാണാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും, ഓരോ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കൊള്ളായിരുന്നു കേട്ടോ. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേറെ കളറാണ്, ഇതുപോലെ മൾട്ടി കളർ സംഭവങ്ങളാണ്. പിന്നെ കുറച്ച് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതുപോലെ തന്നെ അപ്പുറത്ത് അശോക സ്തംഭം ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ലൈറ്റ് ഇങ്ങനെ മാറുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അവതാറിൻ്റെ ഏരിയയിലോട്ടാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവതാറിൻ്റെ ആ ഒരു സെറ്റ് അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മൈന്യൂട്ട് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മരവും മറ്റ് ക്യാരക്ടേഴ്സും എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കളർഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം.
അവിടുന്ന് പിന്നെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോൾസും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെ അച്ഛനും മോനും കൂടെ ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, എന്താ പറയുക, ഓരോന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം രാജസ്ഥാനി അച്ചാറുകളാണ്. ഒരുപാട് വെറൈറ്റി. അവർ സാമ്പിൾ തരും കേട്ടോ, നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. രാജസ്ഥാനി ഹോം മെയ്ഡ് അച്ചാർസ്, പിന്നെ പായസമേള, പിന്നെ അതുപോലെ മൊബൈൽ ഷോപ്പുകൾ, മൊബൈലിൻ്റെ കവറും അങ്ങനത്തെ കാര്യങ്ങളും, അങ്ങനത്തെ ഷോപ്സും, അങ്ങനത്തെ ഇത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പപ്പടമായിരുന്നു അത് കണ്ടത്. പിന്നെ പൂക്കളുടെയൊക്കെ വിത്തുകളും കാര്യങ്ങളും, അത് ഞാൻ വീട്ടിൽ കൊണ്ട് നട്ടാൽ ഒന്നും പൊടിക്കില്ല, അതുകൊണ്ട് ഞാനതൊന്നും വാങ്ങാറില്ല. പിന്നെ ചക്ക കൊണ്ടുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി സാധനങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ ബീച്ചിലാണ് ഇത് നടക്കുന്നത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ ബീച്ചിലിറങ്ങി. ഇത് രാത്രിയാണ്, നമ്മുടെ ന്യൂ ഇയറിൻ്റെ രാത്രിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. തനിക്കുട്ടൻ്റെ ബീച്ചിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് അവിടെ കളിപ്പാട്ടങ്ങളുണ്ടല്ലോ, അതിന് ഭയങ്കര ബഹളം വെക്കും. ഞാൻ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞതാണ് വാങ്ങിക്കൊടുക്കില്ലെന്ന്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാറായി. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് 3 പേർക്ക് നല്ല ദാഹം. പിന്നെ അടുത്ത് കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്, അവിടുന്ന് കുറച്ച് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങൾ, ഇത് ആ പത്തനംതിട്ടയുള്ള വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അവിടുത്തെ ബാക്കിലൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ന്യൂ ഇയർ ആഘോഷമാണ്, പടക്കം പൊട്ടിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. സ്ഥിരമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹൈയോ ഹാപ്പി ന്യൂ ഇയറോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാതെ വരേക്കും. ടാറ്റ ബൈ ബൈ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.